ആദില നൂറ എന്ന രണ്ട് കള്ളികളുടെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇത് ശൈത്യയുടെ അടുത്ത് ആദില പറയുന്ന ഒരു രംഗമാണ്. എന്താ? അനുമോളെക്കുറിച്ച്. അനുമോളുടെ പി ആറിൻ്റെ നമ്പർ എനിക്ക് തന്നിട്ട് പുറത്തു പോയി നീ അക്ബറിനെ തകർക്കണം, പി ആറിനെ വിളിച്ച് തകർക്കണം, മാത്രമല്ല നൂറയ്ക്കും പി ആർ കൊടുത്തോളൂ, 50,000 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ രംഗമാണിത്. ഈ ഒരു വീഡിയോ, ഈ ഒരു ഷോട്ട് അതായിരുന്നു. എനിക്ക് വീഡിയോ ഒത്തിരി അങ്ങ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാത്തിനകത്തും. പക്ഷേ ഈ ഒരു ഷോട്ടിൽ അങ്ങനെ പറഞ്ഞിട്ട് അത് അക്ബറിൻ്റെ അടുത്ത് പറയുന്നത്, അക്ബർ അതിനുശേഷം കരയുന്നു. വളരെയേറെ പ്രശ്നങ്ങൾ, സങ്കീർണമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ പേരിൽ. അതിനുശേഷം ഈ ആദില അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞ ശേഷം ഇതിനെക്കുറിച്ച് ഇവർ സംസാരിക്കണം എന്നുള്ള രീതിയിൽ ആദിലയോട് പറയുകയാണ്, നീ ഇതിനെക്കുറിച്ച് ഇവിടെ വന്നിട്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അനുവിനോട് തുറന്നു ചോദിക്കണമെന്ന് പറയുമ്പോൾ ആദില തുറന്ന് ചോദിക്കാൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറുക. കാരണം എന്താ? അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോള് കൊടുത്തത് പി ആറിൻ്റെ നമ്പറല്ല, അനുമോള് കൊടുത്തത് അനുമോളുടെ ഫാമിലിയിലെ അല്ലെങ്കിൽ അനുമോളുടെ നമ്പറുമാണ്. അത് ആദിലയ്ക്ക് അറിയാവുന്നിടത്തോളം അനുമോളുടെ മുഖത്ത് നോക്കി അത് ചോദിക്കാനുള്ള ധൈര്യം ആദിലയ്ക്ക് ഇല്ല. അങ്ങനെ അവിടെ കഴിഞ്ഞു പ്രശ്നങ്ങൾ. അങ്ങനെ ആദില എവിക്റ്റായി. അപ്പം അവിടെ വരെ കറക്റ്റാണ്. അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു. അക്ബറിന് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാവും. കാരണം ഒരാൾ തന്നെ എതിർക്കാൻ, ഇത്ര നന്നായിട്ട് നമ്മളൊരു ഗെയിം കളിച്ചിട്ട് തന്നെ എതിർക്കാൻ പി ആറിനൊക്കെ ഏൽപ്പിച്ച് കൊടുത്തു വിടുക എന്നൊക്കെ കേൾക്കുമ്പോൾ ചങ്ക് പൊട്ടും. അത് തന്നെ അക്ബറിന് അവിടെ സംഭവിച്ചുള്ളൂ. പക്ഷേ ആദില എവിക്റ്റായ സമയത്ത് അക്ബറിൻ്റെ ചെവിയിൽ പറഞ്ഞിരുന്നു, ഇതേപോലെ പി ആറിൻ്റെ നമ്പറല്ല, അവളുടെ അമ്മയുടെ അല്ലെങ്കിൽ അവളുടെ നമ്പറാണ് എനിക്ക് തന്നത്, അവളുടെ ഫാമിലിയിലുള്ള ആളുടെ നമ്പറാണ് എനിക്ക് തന്നത്. പക്ഷേ തിരുത്തി കുറിച്ചു. വേറൊരു കാര്യം എന്നിട്ട് അതിൽ ആഡ് ചെയ്തു, ഇവൾ പറഞ്ഞത്, അമ്മയുടെ നമ്പർ തന്നിട്ട് ഇവൾ പറഞ്ഞത് പുറത്തു പോയിട്ട് അക്ബറിനെതിരെ കളിക്കണം എന്ന് പി ആറിൻ്റെ അടുത്ത് പറയണം എന്ന്. അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ കള്ളങ്ങളായി? ഒന്ന്, അനുമോള് പി ആറിൻ്റെ നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞത് കള്ളവായി. രണ്ടാമത്തത്, ആദിലയ്ക്ക് വേണമെങ്കിൽ പി ആർ കൊടുത്തോളൂ, 50,000 രൂപയുള്ളൂ പി ആറിനെന്ന് അനുമോള് പറഞ്ഞത് കള്ളവായി. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞത് അമ്മ അല്ലെങ്കിൽ സ്വന്തം നമ്പറാണ് അനുമോള് കൊടുത്തതെന്ന് ആദില നമ്മുടെ അക്ബറിൻ്റെ ചെവിയിൽ പറഞ്ഞിട്ട് അക്ബർ അതൊരു മനുഷ്യരോട് പറഞ്ഞില്ല. ജിഷിൻ ഇത് അനുമോളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചതിന് ശേഷം അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അനുമോൾ അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആണയിട്ട് ദൈവങ്ങളെ തൊട്ട് സത്യം ചെയ്ത് പറയുകയും ചെയ്തിട്ടും ഒരക്ഷരം പോലും മിണ്ടാതെ അക്ബർ അവിടെ ഇരിക്കുകയായിരുന്നു. തലേന്ന് രാത്രി അടുത്ത കള്ളി, അതായത് ഇതിന് മുൻപത്തെ രാത്രി അടുത്ത കള്ളിയുടെ അടുത്ത് കള്ളിയായ നൂറ ചെന്ന അക്ബറിൻ്റെ അടുത്ത് പറയുകയാണ്, പി ആറിൻ്റെ നമ്പർ അല്ലേ നീ കൊടുത്തതെന്ന് ആദില ചോദിച്ചു. അപ്പോൾ അനുമോൾ പറഞ്ഞു അതെ. ആ നമ്പർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് അനുമോൾ ചോദിച്ചപ്പോൾ ആദില പറഞ്ഞു അത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കളഞ്ഞെന്ന്. അപ്പം ഇനി ഇതിനകത്ത് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞ് അനുമോൾ അത് ഒതുക്കി തീർത്തു എന്നുള്ള രീതിയിൽ നൂറ ചെന്ന് അക്ബറിൻ്റെ അടുത്ത് പറയാണ്. അപ്പം നൂറ ഇത് അറിഞ്ഞില്ല. ആദില തിരുത്തി പറഞ്ഞ കാര്യം അക്ബറിൻ്റെ അടുത്ത് തിരുത്തി പറഞ്ഞു. പോകുന്നതിന് മുമ്പേ അക്ബറിൻ്റെ അടുത്ത് പറഞ്ഞു, അക്ബറെ ഈ നമ്പർ ആദില പി ആറിൻ്റെതല്ല, ഫാമിലിയുടെ നമ്പറാണെന്ന് പറഞ്ഞു. പക്ഷേ നൂറമോൾ ഇതറിഞ്ഞില്ല. നൂറമോളെ ചെന്ന് നൈസായിട്ട് ആദില ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അക്ബറിൻ്റെ അടുത്ത് പറയാണ്, പി ആറിൻ്റെ നമ്പർ തന്നെയാണ്, അവൾ സമ്മതിച്ചു, ഞങ്ങൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടപ്പോൾ തെളിവുകളൊന്നുമില്ലെന്ന് അവൾ പറഞ്ഞെന്ന്. ആ രീതിയിൽ നൂറ് ആ ഗെയിം മാറ്റി കളിച്ചു. അപ്പോൾ അക്ബറിന് അറിയാമല്ലോ, ഇത് ആദില പറഞ്ഞ കാര്യം അക്ബറിന് അറിയാമല്ലോ. ഇവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞില്ല. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നൂറ മൗനം പാലിച്ചു, അക്ബർ മൗനം പാലിച്ചു. രണ്ടുപേരും പറഞ്ഞില്ല അത് പി ആറിൻ്റെ നമ്പറല്ല, അത് അനുമോളുടെ നമ്പറാണെന്ന്. രണ്ടുപേരും മിണ്ടാതെ നിന്ന് അത്രയുമേറെ മാനസികമായ സംഘർഷങ്ങളും വിഷമങ്ങളും അവിടെ അനുമോൾക്കുണ്ടാക്കി കൊടുത്തു. എല്ലാം അറിഞ്ഞു വെച്ച് എല്ലാ സത്യങ്ങളും അറിയാവുന്ന നൂറ മൂലക്കിരുന്നിട്ട് ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞില്ല അത് പി ആറിൻ്റെ നമ്പറല്ല, അത് അവളുടെ നമ്പറാണ് ഞങ്ങൾക്ക് എഴുതി തന്നതെന്നുള്ളൊരു കാര്യം നൂറ ഒരാളോടും പറഞ്ഞില്ല. മിണ്ടാതെ അവിടെ ഇരുന്ന് മൗനം പാലിച്ച് അവളുടെ കരച്ചിലും അവളുടെ സങ്കടവും അവിടെ ഇരുന്ന് അവൾ ആഘോഷിക്കായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. അനുമോൾ കൊടുത്ത നമ്പർ അത് അനുമോളുടെ നമ്പറാണെന്നും പി ആറിൻ്റെ നമ്പർ അല്ല എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന അക്ബർ നല്ല അടിപൊളി ഗെയിം അവിടെ നിന്ന് കളിച്ച് അനുവിനെ വലിച്ച് കീറാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ടുകൊടുത്തു. അനു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നതിന്നാണ്, അതുകൊണ്ടാണ് ആദില നൂറ എന്നോട് മിണ്ടാഞ്ഞത് എന്നുള്ള രീതിയിൽ അക്ബർ എല്ലാവരുടെ മുൻപിൽ വലിച്ചിട്ട് കൊടുത്തു. അക്ബറിന് അറിയാമായിരുന്നു അത് പി ആറിൻ്റെ നമ്പറല്ല അനുവിൻ്റെ നമ്പറായിരുന്നു എന്ന്. നൂറയ്ക്ക് അറിയാമായിരുന്നു, ഇവരാരും പറഞ്ഞില്ല. രണ്ടുപേരും കൂടെ ശരിക്കും അനുവിനെ ഉപയോഗിച്ച്. എനിവേ ഭാഗ്യത്തിന് അനുവിൻ്റെ കയ്യിൽ ആദില കൊടുത്ത ആദിലയുടെ നമ്പർ ഉണ്ടായിരുന്നു. അത് കാണുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാവുമല്ലോ അനു കൊടുത്തത് ആദിലയുടെ നമ്പറാണെന്ന്. ഈ ഒരു നമ്പർ
അക്ബറിനെ നെവിൻ കാണിച്ചു കൊടുത്തപ്പോൾ അക്ബർ പറയാണ്, എന്നോട് ആദിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് അനുവിൻ്റെ നമ്പർ തന്നെയാണെന്ന്. പക്ഷേ മാറ്റർ സെയിം ആണ്. അനു പറഞ്ഞു വിട്ടത് എന്നെ ചെളി വാരി തേക്കണം എന്ന് തന്നെയാണ് അനു പറഞ്ഞ് ആദിലയോട് എവിക്റ്റ് ആവുന്ന നിമിഷം എവിക്റ്റ് ആകുമോ എന്നുള്ളൊരിത് വന്നപ്പോൾ ആദിലോട് പറഞ്ഞ മാറ്റർ ഇത് തന്നെയാണ്, അക്ബറിനെ ചെളി വാരി എറിയണം. അങ്ങനെ തന്നെയാ പറഞ്ഞതെങ്കിൽ കൂടി അത് അനുവിൻ്റെ മാത്രം കാര്യമല്ല. അനുവിനെക്കാട്ടിലും ആ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ആദിലയ്ക്ക് തന്നെ ആയിരിക്കണം. അനു ഇത് ചെയ്തില്ലെങ്കിലും ആദില പുറത്തു പോയി. അന്ന് ആദില പുറത്തു പോയിരുന്നെങ്കിൽ അക്ബറിനോടുള്ള വ്യക്തിവൈരാഗ്യം വെച്ച് ആദില തന്നെ സ്വന്തമായിട്ടൊരു PR എടുത്ത് ആദില തന്നെ അക്ബറിനെ ചെളി വാരി തേച്ച് അടുക്കി പിറക്കി അവിടെ വെച്ചേനെ. കാരണം അത്രമേൽ ദേഷ്യം അക്ബറിൻ്റെ അടുത്ത് ആദിലയ്ക്കുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് പേര് പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നിട്ട് അനുമോളെക്കുറിച്ച് കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞ് അവർക്കെതിരെ തിരിച്ചപ്പോൾ ആദില കളിച്ച കളിയാണിത്. ആദിലയ്ക്ക് ആരോടാണോ ദേഷ്യം അവരെ ആദില എന്തും ചെയ്യും. ഇവൻ നൂറയോട് ദേഷ്യം വന്നാൽ നാളെ നൂറയെ കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള കാര്യം 100% ഷുവറാണ്. രണ്ടെണ്ണത്തിനെ ഒരു വാലിൽ കെട്ടാം. ഇതാണ് ഇവിടെ നടന്ന സംഭവം. അനുമോൾ ഒരുപാട് കരഞ്ഞു, ഒരുപാട് വിഷമിച്ചു. അവൾ തന്നെ ജയിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആശംസിക്കാം.